നോക്കട്ടെ അങ്ങോട്ട് നിലമ്പൂർക്ക് പോവാണേ. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാൻ നമുക്കില്ലേ? ആ അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ ബൈ. അപ്പം നമ്മൾ നിലമ്പൂർ എത്താനായി. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ട്. നല്ല കാഴ്ചയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സ്വന്തം നാട്ടിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ആദ്യം അത് ആസ്വദിക്കുക. എങ്ങനെയെങ്കിലും ഒരു ദിവസം കണ്ടെത്തിയിട്ട് എല്ലാവരും ഇങ്ങനെ ട്രിപ്പൊക്കെ പോവുക, എൻജോയ് ചെയ്യുക. അടിപൊളി പ്ലേസാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഇപ്പം ഞങ്ങൾ നിലമ്പൂരാണുള്ളത്. നിലമ്പൂർ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. സേഫ് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തത്. ഈ വീടിൻ്റെ ബാക്കിലായിട്ടൊരു കുളം ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്, സൂപ്പർ. എല്ലാവരും പറയുന്നത് ഇതിൽ കുളിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ഇതിലെല്ലാവരും കുളിക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. ഈവനിങ് ഇപ്പം നല്ല വെയിലാണ്. കുറച്ച് ഈവനിങ് ആയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ. ഇവിടെ അലക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. ഉണ്ട്. ആൾക്കാരുണ്ട് കേട്ടോ. അലക്കുന്നവരും കുളിക്കുന്നവരൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ ഒരു ചെറിയ പ്ലാവുണ്ട് കേട്ടോ. അധികം വലുപ്പമൊന്നുമില്ല. ആ പ്ലാവിൻ്റെ മുകളിൽ ഒരു 5-6 ചക്കയുണ്ട്. അധികം ഉയരമൊന്നുമില്ല, ചെറിയ പ്ലാവ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ബാക്ക് വശത്തായിട്ടൊരു കുളമുണ്ട്. ആ കുളത്തിൽ ഞങ്ങൾ കുളിക്കാൻ വേണ്ടി ജസ്റ്റ് നീന്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മിസ്സായി ഞങ്ങളെ കയ്യിൽ നിന്ന്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ആ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ വലിയ ഫോറസ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഇതെന്താ കാണാനുള്ളതെന്ന്, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ നല്ലൊരു വൈബാണ്, നല്ല രസമുണ്ട്. നല്ല കിളികളെ സൗണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അടിപൊളി പ്ലേസായിരുന്നു. നമുക്കിപ്പോൾ ടെൻഷനൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് ആ ടെൻഷനൊക്കെ ഒന്ന് മാറിക്കിട്ടും. നല്ല നല്ല എന്താ ഇവിടെ ആനയൊക്കെ വരുന്നതെന്ന് അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ആനേനൊന്നും കണ്ടില്ല. മാന് വരാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കാട്ടുപന്നീനെയൊക്കെ കണ്ടിരുന്നു. എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ വീഡിയോ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ സംസാരത്തിലാണെങ്കിലും വീഡിയോ എടുക്കുന്നതിലും എഡിറ്റിങ്ങിലും ഒക്കെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിയുന്നതിനനുസരിച്ച്, നമ്മൾ വീഡിയോ ഇടുന്നതിനനുസരിച്ച് അതൊക്കെ ഇമ്പ്രൂവ് ആയി വരും. അടുത്ത് ഞങ്ങൾ പോകുന്നത് കക്കടാംപൊയിൽ ഒരു ചെറിയൊരു വെള്ളം, അങ്ങനെ മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നല്ല അടിപൊളിയൊരു നമുക്ക് കുട്ടികൾക്ക് കുളിക്കാനും ഒക്കെ പറ്റിയൊരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ കോളിസിലാണ് വന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു. സിസ്റ്ററിലോൻ്റെ കുട്ടികൾ, ബ്രദറിലോൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയാലാണ് ആ വെള്ളച്ചാട്ടം. അപ്പോൾ എല്ലാവരും വെള്ളച്ചാട്ടത്തിൽ കുറേ നേരം കളിച്ചു. കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്തു. ലാസ്റ്റ് കുട്ടികളൊന്നും കയറുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അങ്ങനെ എല്ലാവരെയും പിന്നൊരു ദിവസം നമുക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് കൂട്ടി തിരിച്ച് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി നാളെ